റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗ്. പതിറ്റാണ്ടുകളായി UDF ഭരിക്കുന്ന പാലക്കാട് തച്ചനാട്ടുകര പഞ്ചായത്തിലും ഭീഷണിയുമായി വിമതർ. UDFന്റെ സിറ്റിംഗ് സീറ്റുകളിൽ ലീഗ് നേതാക്കൾ വിമതരായി രംഗത്ത്. തച്ചനാട്ടുകര പഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിസാർ തെക്കുമുറി UDF സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കും. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ചെത്തല്ലൂർ ഡിവിഷനിൽ നിന്ന് ഉന്നയിസ് ചെത്തല്ലൂരും വിമത സ്ഥാനാർത്ഥി. ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ. ഇക്ബാൽ, എന്താണ് പാലക്കാട്ടെ സാഹചര്യം? ഈ സിറ്റിംഗ് സീറ്റിൽ തന്നെ വിമത സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അതിനെ അന്വയിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടോ നിലവിൽ? ആര്യ, പതിറ്റാണ്ടുകളായി UDF ഭരിക്കുന്ന പഞ്ചായത്താണ് പാലക്കാട് തച്ചനാട്ടുകരയിലേത്. അവിടെ നേരത്തെ 16 വാർഡുകളാണ് ആ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ വാർഡ് വിഭജനം പൂർത്തിയാക്കിയപ്പോൾ 2 വാർഡുകൾ അധികമായി വന്നു. ഇത് ഓരോ വാർഡുകൾ വീതം വീതിക്കണമെന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. പക്ഷേ ലീഗ് ഇത് അംഗീകരിക്കാതെ വന്നതോടുകൂടി പല രീതിയിലുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടാവുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള തർക്കത്തിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം ഈ തച്ചനാട്ടുകര പഞ്ചായത്തിലെ 3-ാം വാർഡിലെ ലീഗ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം അത് കോണിയിൽ നിന്ന് മാറ്റിയതിനെ തുടർന്ന് വീണ്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ യൂത്ത് ലീഗിലെ കുറച്ച് നേതാക്കൾ ചേർന്ന് ഇപ്പോൾ UDF സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരായി മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളിലാണ് ഇത്തരത്തിൽ ലീഗ് നേതാക്കൾ വിമതരായി മത്സരിക്കുന്നത്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ യൂത്ത് ലീഗ് നേതാവായിട്ടുള്ള നിസാർ തെക്കുമുറി UDF സ്ഥാനാർത്ഥിക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അതിനോടൊപ്പം തന്നെ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ചെത്തല്ലൂർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിക്കെതിരെ ഉന്നയിസ് ചെത്തല്ലൂരും ഇപ്പോൾ ഏതായാലും വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഈ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഏതായാലും ഇത്തരത്തിൽ വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് യൂത്ത് ലീഗ് നേതാക്കളെ എത്തിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുമായി അനുനയ ശ്രമങ്ങളിലേക്ക് നേതാക്കൾ കടന്നിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആര്യ.